ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റോളിംഗ് എന്ന ഓപ്പറേഷനെ കുറിച്ചാണ്. റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് റൊട്ടേറ്റിംഗ് സിലിണ്ടേഴ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ മെറ്റൽ വർക്ക് പീസ് കടത്തിവിട്ട് ഡിസൈഡ് ഫോമിലോട്ട് മാറ്റിയെടുക്കുന്ന ഒരു മെറ്റൽ ഫോമിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ മെറ്റൽ വർക്ക് പീസ്, അതായത് നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുള്ള മെറ്റൽ വർക്ക് പീസ് രണ്ട് റൊട്ടേറ്റിംഗ് റോളറിൻ്റെ ഇടയിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് റോളറിൻ്റെ ഇടയിലും മെറ്റലിനും ഇടയിൽ നടക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെറ്റൽ റോളേഴ്സിനിടയിലൂടെ കടന്നു പോകുന്നു. ഈ റോളേഴ്സിനുള്ളിൽ കടന്നു പോകുന്ന സമയത്ത് റൊട്ടേറ്റിംഗ് റോളേഴ്സിൻ്റെ സ്ക്യൂസിങ് ആക്ഷൻ കാരണം മെറ്റലിൻ്റെ ഉള്ളിൽ ഹൈ കംപ്രസീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഹൈ കംപ്രസീവ് ഫോഴ്സ് കാരണം നമ്മൾ മെറ്റൽ എന്ത് ചെയ്യുന്നു, പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് റോളറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ഷേപ്പിലോട്ട് മെറ്റൽ വർക്ക് പീസിനെ മാറ്റിയെടുക്കുന്നത്. ഈ ഡിസൈഡ് ഷേപ്പിലോട്ട് മാറുന്ന മെയിൻലി 3 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ ഇൻഗോട്ടാണ്. ഈ മെറ്റൽ ഇൻഗോട്ടിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ബില്ലറ്റിലോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ലാബ് ഫോമിലോട്ടോ മാറുന്നു. ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, റോളേഴ്സിലൂടെ കടത്തിവിടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് പ്ലേറ്റിൻ്റെ ഫോമിലാണ് വേണ്ടതെങ്കിൽ പ്ലേറ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷീറ്റ് ആണെങ്കിൽ ഷീറ്റിൻ്റെ ഷേപ്പിലോട്ട്, അതുപോലെ ട്യൂബ്സ് തുടങ്ങിയിട്ടുള്ള നമ്മൾ ഡിസൈഡ് ഫോർമാറ്റ് എന്താണോ ആ ഷേപ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, മെറ്റലിനെ ഫോം ചെയ്തെടുക്കും. ഇതാണ് നമ്മളുടെ റോളിംഗ് ഓപ്പറേഷനിൽ നടക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, രണ്ട് റൊട്ടേറ്റിംഗ് റോളേഴ്സ് ഉണ്ടാവും. ഈ റോളേഴ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മെറ്റലിനെ കടത്തിവിടുകയാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള മെറ്റൽ എന്ന് പറയുന്നത്. ഈ മെറ്റൽ എന്ത് ചെയ്യും, റോളേഴ്സിലൂടെ കടന്നു പോകണം. കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്, മെറ്റലിൻ്റെ തിക്നെസ്, ഈ തിക്നെസ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ, റെഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണ്, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, റോളിംഗ് ഓപ്പറേഷൻ എന്താണ് ചെയ്യുന്നത്, മെറ്റൽ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യണം, കുറയുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തിക്നെസ് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ നമ്മൾ മെറ്റൽ വർക്ക് പീസിൻ്റെ വെഡ്ത്തിൽ എന്ത് ചെയ്യുന്നില്ല, കാര്യമായ ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ വെഡ്ത്ത് എന്താണ്, വെഡ്ത്ത് റിമെയിൻ കോൺസ്റ്റൻറ്റ്, കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എന്തില്ല, വെഡ്ത്ത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വെഡ്ത്തിൽ വിചാരിക്കുക. ആ വെഡ്ത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ നമുക്ക് എന്ത് ചെയ്യും, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് എന്താണ്, തിക്നെസ്സിലും അതുപോലെ ക്രോസ് സെക്ഷണൽ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, കുറവ് വരുന്നത്. അപ്പോൾ ഇതാണ് റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് റൊട്ടേറ്റിംഗ് റോളേഴ്സിൻ്റെ സ്ക്യൂസിങ് ആക്ഷൻ കാരണം എന്ത് ചെയ്യുന്നു, മെറ്റൽ പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുന്നു. എന്തുകൊണ്ട്, ബൈ ഹൈ കംപ്രസീവ് ഫോഴ്സ്. റോളേഴ്സിൻ്റെ സ്ക്യൂസിങ് ആക്ഷൻ കാരണം ഹൈ കംപ്രസീവ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഹൈ കംപ്രസീവ് ഫോഴ്സ് കാരണം എന്ത് ചെയ്യുന്നു, മെറ്റൽ പ്ലാസ്റ്റിക്കലി ഡീഫോം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ഇൻഗോട്ട്, ഇതാണ് ഇൻഗോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇതെന്ത് ചെയ്യുന്നു, പ്ലേറ്റോ അല്ലെങ്കിൽ ഷീറ്റോ അല്ലെങ്കിൽ ട്യൂബിൻ്റെ ഷേപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ഫൈനൽ പ്രൊഡക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നു. ഓക്കെ, ഇതാണ് റോളിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഓപ്പറേഷനും മെയിനായിട്ട് എന്തുണ്ട്, ഹോട്ട് വർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോൾഡ് വർക്കിംഗ് ഉണ്ട്. മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഹോട്ട് വർക്കിംഗ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ റോളിംഗ് ഓപ്പറേഷൻ എന്ത് ചെയ്തത്, കോൾഡ് വർക്കിംഗ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഗുഡ് സർഫസ് ഫിനിഷ്, അതുപോലെ തന്നെ ഡയമെൻഷണൽ ആക്യുറസി, അതുപോലെ ഇംപ്രൂവ് മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഈ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഹോട്ട് റോളിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലി കോൾഡ് റോളിംഗ് ചെയ്യുന്നത്. അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഗുഡ് സർഫസ് ഫിനിഷ്, ഗുഡ് ഡയമെൻഷണൽ ആക്യുറൻസി, ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്.
അപ്പോൾ നമ്മളെന്താണ് ഹോട്ട് റോളിംഗ് കോൾഡ് റോളിംഗിൽ വ്യത്യാസം തന്നെയായിരുന്നു. മെറ്റലിനെ എബോവ് റീക്രഷൻ ടെമ്പറേച്ചർ ആണ് എന്താണ് ഹോട്ട് റോളിംഗ് ആണ്. അതുപോലെ ബിലോ റീക്രഷൻ ടെമ്പറേച്ചർ ആണ് എന്താണ് നമ്മളെന്ത് പറയും കോൾഡ് റോളിംഗ് എന്ന് പറയും. ഇതാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. ശേഷം നമ്മളെന്താണ് നോർമലി ഹോട്ട് റോളിംഗ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് കോൾഡ് റോളിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ് സർഫസ് ഫിനിഷ്, ഇംപ്രൂവ്ഡ് ഡയമെൻഷണൽ ആക്യുറൻസി ആൻഡ് ഇംപ്രൂവ്ഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ റോളിംഗ് ഓപ്പറേഷൻ എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത് മെറ്റലിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയാണ് അല്ലേ. തിക്നെസ് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷൻ ഏരിയ കുറച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മെറ്റലിനെ ഫോം ചെയ്യുന്നത്. എന്നാൽ വിഡ്ത്തിൽ എന്ത് ചെയ്യുന്നില്ല കാര്യമായ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. വിഡ്ത്തിൽ ചേഞ്ചസ് ഒന്നും സംഭവിക്കുന്നില്ല. മെറ്റലിൻ്റെ തിക്നെസ്സിലും ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എന്ത് ചെയ്യുന്നത് കുറവ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതാണ് റോളർ 1, ഇതാണ് റോളർ 2. രണ്ട് റോളേഴ്സിനോട് നമ്മൾ എന്താണ് മെറ്റൽ വർക്ക് പീസിനെ കടത്തി വിടുകയാണ്. കടത്തുന്ന സമയത്ത് എന്താണ് തിക്നെസ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് T1 എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ ദാൻ T2 ആണ്. ഓക്കെ, ഈ T1ലും T2ലും ഉണ്ടാകുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ പറയുന്നത് ഡ്രാഫ്റ്റ് എന്ന് പറയും. ഡ്രാഫ്റ്റ്. അപ്പോൾ ഈ ഡ്രാഫ്റ്റിനനുസരിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് തിക്നെസ്സിൽ ഉണ്ടാകുന്ന റിഡക്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ മെറ്റൽ റോളേഴ്സിനുള്ളിൽ എൻട്രി ചെയ്യുന്ന പോയിന്റാണ് എൻട്രി പോയിന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ലീവ് ചെയ്യുന്ന പോയിന്റ് നമ്മൾ എന്ത് പറയും എക്സിറ്റ് പോയിന്റ് എന്ന് പറയും. ഈ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റ് ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ എന്ന് പറയും. ഈ തീറ്റയാണ് നമ്മൾ ആംഗിൾ ഓഫ് ബൈറ്റ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ ഓഫ് ബൈറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ഈ മെറ്റലിനും അതുപോലെ തന്നെ ഈ റോളേഴ്സിനിടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രിക്ഷൻ നമ്മൾ എന്ത് പറയാം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളുടെ തിക്നെസ് ഉണ്ടാകുന്ന റിഡക്ഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ആംഗിൾ ഓഫ് ബൈറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആംഗിൾ ഓഫ് ബൈറ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മെറ്റലിനും റോളറിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സർഫസ് റഫ്നെസ്സിനെ, അതായത് മെറ്റലിനും റോളറിനും ഇടയിൽ ഉണ്ടാകുന്ന സർഫസിൻ്റെ റഫ്നെസ്സിനെ എന്ത് ചെയ്യുന്നുണ്ട് ആംഗിൾ ഓഫ് ബൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർഫസ് റഫ്നെസ്. അതുപോലെ തന്നെ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റോളേഴ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെന്ത് റേഡിയസ്. ഈ റോളറിൻ്റെ ഡയമീറ്ററിന് എന്ത് ചെയ്യും ആംഗിൾ ഓഫ് ബൈറ്റ് ഡിപ്പെൻഡ് ചെയ്യും. ഡയമീറ്റർ ഓഫ് റോളേഴ്സ്. ഈ മൂന്ന് വാല്യൂവിനാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് T1 മൈനസ് T2. അതായത് നമ്മളുടെ മെറ്റൽ ഉണ്ടാകുന്ന തിക്നെസ്സിൻ്റെ റിഡക്ഷൻ. ഈ ഡ്രാഫ്റ്റിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. മ്യൂ സ്ക്വയർ ആർ എന്നാണ് പറയാം. ഈ മ്യൂ എന്ന് പറയുന്നത് എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ് റേഡിയസ് ഓഫ് റോളർ ആണ്. ആംഗിൾ ഓഫ് ബൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ക്വാണ്ടിറ്റി നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, സർഫസ് റഫ്നെസ്, ഡയമീറ്റർ ഓഫ് റോളർ. ഇനി ഇതിൽ വരുന്ന വേരിയസ് കണ്ടീഷൻസ് അനുസരിച്ച് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നെ നമ്മൾ എന്ത് പറയുന്നത് കണ്ടീഷൻ ഓഫ് റോളിംഗ് എന്നും പറയാറുണ്ട്. കണ്ടീഷൻ ഓഫ് റോളിംഗ്, അതായത് നമ്മൾ റോളിംഗ് നടത്തുന്ന കണ്ടീഷൻ. എന്തൊക്കെയായിരുന്നു കണ്ടീഷൻ? ഒന്നെന്താണ് ഹോട്ട് റോളിങ്ങും അതുപോലെ കോൾഡ് റോളിങ്ങും. കോൾഡ് റോളിങ്ങിൽ തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 to 4 ഡിഗ്രിയാണ്. എന്നാൽ ഹോട്ട് റോളിങ്ങിൽ തീറ്റേൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 24 to 32 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ഹൈ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വരാൻ കാരണം എന്തായിരിക്കും? ഹോട്ട് റോളിങ്ങിൽ നമ്മൾ എന്താണ് മെറ്റലിനെ ഹീറ്റ് ചെയ്യണമല്ലേ. മെറ്റലിനെ ഹീറ്റ് ചെയ്യുന്ന ഹൈ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് മെറ്റൽ എന്തെങ്കിലും കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ആവും. സോഫ്റ്റ്നെസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഭാഗമായിട്ട് എന്ത് ചെയ്യും? നമ്മളുടെ തീറ്റൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഹോട്ട് റോളിങ്ങിൽ എന്ത് ചെയ്യുന്നത്? തീറ്റൻ്റെ വാല്യൂ ഇത്രയും വലിയൊരു വാല്യൂ വരാൻ കാരണം. സെക്കൻഡ് പറഞ്ഞാൽ സർഫസ് റഫ്നെസ്. രണ്ട് രീതിയിലുള്ള സർഫസ് ഉണ്ടാവും അല്ലേ. എന്താണ്? ഒന്ന് റഫും ഉണ്ടാവും, അതുപോലെ സ്മൂത്തും ഉണ്ടാവും.
റഫ് സർഫസ് ആണെങ്കിൽ തീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതുപോലെ സ്മൂത്ത് ആണെങ്കിൽ എന്തായിരിക്കും? ലോ ആയിരിക്കും. അടുത്താണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഡയമീറ്റർ ലാർജ് ഡയമീറ്റർ ആവുന്ന സമയത്ത് തീറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചെറുതായിരിക്കും. സ്മോൾ ഡയമീറ്റർ ആവുന്ന സമയത്ത് തീറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? വലുതായിരിക്കും. ഇതാണ് വേരിയസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോളേഴ്സ് എന്ന് പറയുന്നത്. മെയിൻലി 4 രീതിയിലാണ് നമ്മൾ റോളർ ഓപ്പറേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹൈ മിൽ റോളിംഗ് ഓപ്പറേഷൻ. സെക്കൻഡ് വൺ 3 high mill rolling operation. Third one 4 mill rolling operation. Last one ആണ് cluster എന്ന് പറയും. ക്ലസ്റ്റർ മിൽ റോളിംഗ് ഓപ്പറേഷൻ മെയിൻലി 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്താ 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എന്ത്? 2 high rolling mill എന്ന് പറയുന്നത്. 2 high rolling mill കാണാൻ സാധിക്കും. മേലെ റോളറുണ്ട്, താഴെ റോളറുണ്ട്. ഈ താഴത്തെ റോളർ നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്ത് വെച്ച് മേലത്തെ റോളർ എന്ത് ചെയ്യാം? നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തിട്ട് കറക്റ്റ് നമ്മുടെ തിക്നെസ് എത്രയാണോ വേണ്ടത് ആ തിക്നെസ്സിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റൊട്ടേഷൻ ശ്രദ്ധിക്കുക. മേലത്തെ റോളർ എന്ത് ചെയ്യണം? ക്ലോക്ക് വൈസ് ആണെങ്കിൽ മറ്റൊന്ന് എന്താവണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാവണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെറ്റൽ എന്താണ് നമ്മളൊരു ഡയറക്ഷനിൽ കടത്തി വിടുകയാണ് അല്ലേ. സോ നമുക്ക് ഫർദറായിട്ട് വീണ്ടും റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒന്നെങ്കിൽ റൊട്ടേറ്റിംഗ് മിൽസിൻ്റെ റോളേഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മെറ്റൽ പോകുന്ന വഴി നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കണം അല്ലേ. ഈ ഒരു പ്രോസസ്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2 high റോളേഴ്സ് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? 3 high റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 3 high റോളിംഗ് മെഷീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ മെറ്റലിനെ ഈ ഒരു ഡയറക്ഷനിൽ കടത്തി വിടുകയാണ്. ഈ ഡയറക്ഷനിൽ കടത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എന്ത് ചെയ്യാണ്? ഈ മെറ്റലിനെ തിരിച്ച് താഴെയുള്ള റോളിംഗ് മിൽസിൻ്റെ ഇടയിലൂടെ കടത്തി വിടുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നമുക്ക് ഡയറക്ഷൻ നമുക്കായിട്ട് ചേഞ്ച് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ ലിഫ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാണ്? താഴെ മേലെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യും? താഴോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ ഡയറക്ഷനിൽ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ബെൽറ്റിൻ്റെയോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡ്രൈവിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ ഓപ്പറേഷനിലെ എന്ത് ചെയ്യേണ്ട? റോളേഴ്സിൻ്റെ റൊട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് 3 high റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. 2 high റോളിംഗ് മെഷീൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ഓവർകം ചെയ്തിട്ടുള്ളതാണ് എന്ത്? 3 high റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അടുത്താണെന്ത്? 4 high റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ സാധിക്കും 4 റോളേഴ്സ് ഉണ്ട് അല്ലേ. 4 റോളേഴ്സിൽ 2 എണ്ണം, ഈ 2 എണ്ണത്തിന് പറയുന്ന പേരാണെന്ത്? സപ്പോർട്ടിംഗ് റോളേഴ്സ് എന്ന് പറയും. സപ്പോർട്ടിംഗ് റോളേഴ്സ്. അതും അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരാണ് ബാക്കപ്പ് റോളേഴ്സ് എന്ന് പറയും. ബാക്കപ്പ് റോളേഴ്സ്. ഈ താഴെയുള്ള 2 റോളേഴ്സ് നമ്മൾ പറയുന്നതാണെന്ത്? വർക്കിംഗ് റോളേഴ്സ് എന്ന് പറയും. വർക്കിംഗ് റോളേഴ്സ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോളറിൻ്റെ സൈസ് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രാഫ്റ്റ് കൂടുതലായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും? ചെറിയ റോളേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഇവിടെ വരുന്ന ഹൈ ഫോഴ്സിനെ താങ്ങാൻ സാധിക്കില്ല. അതുപോലെ തന്നെ റിജിഡ് ആയിട്ടും ഹൈ സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? വിസ്റ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ഈ 2 റോളേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോളേഴ്സാണ് എന്ത്? താഴെയും മേലെയും കൊടുക്കുന്ന ഈ 2 റോളേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് സപ്പോർട്ടിങ് അല്ലെങ്കിൽ ബാക്കപ്പ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈ സ്ട്രെങ്ത്തിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 4 high റോളിംഗ് മെഷീൻ നമുക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് 2 high, 3 high, 4 high റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ആണെന്ത്? ക്ലസ്റ്റർ റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമുക്കത് നോക്കാം. നെക്സ്റ്റ് വൺ ആണെന്ത്? ക്ലസ്റ്റർ റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കാൻ സാധിക്കും ഈ മേലുള്ള 2 എണ്ണം അതുപോലെ തന്നെ ഏറ്റവും താഴെ 2 എണ്ണം എന്താണ്? സപ്പോർട്ടിംഗ് റോളേഴ്സാണ്. ഈ ഇടയിലുള്ള ഈ 2 റോളേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? വർക്കിംഗ് റോളേഴ്സ് എന്ന് പറയുന്നത്. അതായത് വർക്കിംഗ് റോളേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 റോളേഴ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ ഫോഴ്സ് വരുന്ന സമയത്ത്, കൂടുതൽ ലാർജ് ഫോഴ്സസ് ഒക്കെ നമ്മളെ മെറ്റൽ വർക്കിംഗ് വരുന്ന സമയത്ത് അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നതാണ് എന്ത്? ഈ സപ്പോർട്ടിംഗ് റോളേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. നല്ല ഹൈ റോളിംഗ് ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്രസീവ് ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് എന്താണ്? ഒരു 2 റോളേഴ്സിനെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ സപ്പോർട്ടിംഗ് റോളേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ത് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ മെറ്റൽ ഇതിൽ കടത്തി വിടുന്നു.
നമുക്ക് ആവശ്യമായിട്ടുള്ള റിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വ്യത്യാസം എന്താണ്, ഇവിടെ ഹൈ ഫോഴ്സ് വരുന്ന സമയത്ത് അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സപ്പോർട്ടിങ് റോളേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് 4 ഹൈ റോളിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് കാണാൻ സാധിക്കും എന്താണ് 1 2 3 4 5 6 6 റോളേഴ്സ് ഉണ്ട്. അതിൽ 2 റോളേഴ്സാണ് ഇത് വർക്കിംഗ് റോളേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള 4 റോളേഴ്സ് എന്താണ്, സപ്പോർട്ടിങ് റോളേഴ്സാണ്. ഓക്കെ, ഇത്രയാണ് റോളിംഗ് ഓപ്പറേഷനിൽ വരുന്നത്. നിങ്ങളുടെ ഡിപ്ലോമ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോട്ട് റോളിങ്ങും കോൾഡ് റോളിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. എന്താണ്, ഹോട്ട് റോളിങ്ങിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എബോ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചറാണ്. അതായത് മെറ്റലിൻ്റെ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ വെച്ചാണ് നമ്മൾ ഹോട്ട് റോളിംഗ് നടത്തുന്നത്. എന്നാൽ കോൾഡ് റോളിംഗ് ആകുമ്പോൾ എന്താണ്, ബിലോ റീക്രിസ്റ്റേഷൻ ടെമ്പറേച്ചറാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കോൾഡ് വർക്കിംഗ്, നോർമലി കോൾഡ് വർക്കിൻ്റെ സമയത്ത് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, വർക്ക് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ വർക്ക് ഹാർഡനിങ് പ്രോസസ്സ് എവിടെ നടക്കുന്നില്ല, ഹോട്ട് റോളിംഗ് നടക്കുന്നില്ല. എന്നാൽ എന്തുണ്ട്, വർക്ക് ഹാർഡനിങ് എഫക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്, കോൾഡ് റോളിങ്ങിൽ കാണിക്കുന്നുണ്ട്. വർക്ക് ഹാർഡനിങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നത്, അതായത് നമ്മളെന്താണ് കോൾഡ് വർക്കിങ്ങിൽ എന്താണ്, നമ്മൾ ക്രിസ്റ്റൽസിന് റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നില്ല, പകരം എന്താണ് ഡിസ്റ്റോർഷൻസ് ആണ് നടക്കുന്നത്. ഈ ഡിസ്റ്റോർട്ടർ ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലോട്ട് മാറി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടുത്തെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ സർഫസിൽ എന്താണ് ഹാർഡനിങ് എഫക്റ്റ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൾഡ് റോളിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യും, ആ വർക്ക് ഹാർഡനിങ് അവിടെ നമുക്ക് എന്ത് ചെയ്യും, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൈ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, ലോ കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. പിന്നെ നമ്മൾ ഹോട്ട് റോളിങ്ങിൻ്റെ സമയത്ത് നമുക്ക് വർക്ക് പീസിൽ നല്ല രീതിയിലുള്ള റിഡക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ കോൾഡ് വർക്കിൻ്റെ സമയത്ത് എന്താണ്, നമുക്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് റേഞ്ചിൽ മാത്രമേ നേടാൻ പറ്റുന്നുള്ളൂ. അടുത്താണ് ലാർജ് റോളർ റേഡിയസ്. എപ്പോഴും ഹോട്ട് റോളിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റോളറിൻ്റെ റേഡിയസ് എന്തായിരിക്കും, വലുതായിരിക്കും. എന്നാൽ കോൾഡ് റോളിങ്ങിൻ്റെ സമയത്ത് എന്തായിരിക്കും, റേഡിയസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് എന്ത്, സർഫസ് ഫിനിഷും ഡയമെൻഷണൽ ആക്യുറസിയും. കാരണം എന്താണ്, ഹോട്ട് റോളിങ്ങിൻ്റെ സമയത്ത് മെറ്റലിൻ്റെ സർഫസിന് മുകളിൽ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ഓക്സൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം എന്ത് ചെയ്യുന്നു, നമ്മുടെ സർഫസിൽ ക്രാക്കും കാര്യങ്ങളൊക്കെ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സർഫസ് ഫിനിഷും ഡയമെൻഷണൽ ആക്യുറസിയും എവിടെ വരുന്നില്ല, ഹോട്ട് റോളിങ്ങിൽ വരുന്നില്ല. എന്നാൽ എവിടെ വരുന്നുണ്ട്, കോൾഡ് റോളിങ്ങിൽ അത് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കമ്പാരിസൺ. നിങ്ങൾ ഡിപ്ലോമ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ആയതുകൊണ്ടാണ് അതിൻ്റെ കമ്പാരിസണും കൂടെ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതാണ് നമുക്ക് റോളിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.